ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണം ആരംഭിക്കുന്നത് ഉപമന്യു യതി സുന്ദരർ എന്ന ശിവപാദ സേവകൻ്റെ കഥ വിവരിക്കുന്നതോടെയാണ് ആരംഭിക്കുന്നത്. ശിവപാദ സേവകനും ശിവാംശജാതനുമായ ആലാല സുന്ദരർ പൂജാപുഷ്പങ്ങൾ ശേഖരിക്കാനായിട്ട് നന്ദനവനത്തിൽ ചുറ്റി നടക്കുമ്പോൾ പാർവതിയുടെ ചേടിമാരായ അനിന്ദിത, കമലിനി എന്നീ യുവതികളെ കണ്ട് അവരിൽ സുന്ദരരുടെ മനസ്സ് ലയിച്ചു. അവർക്ക് തിരിച്ചും സുന്ദരരോട് പ്രേമം തോന്നി. സർവജ്ഞനായ ഈശ്വരൻ ഈ വിവരം അറിഞ്ഞപ്പോൾ അവർ 3 പേരും ഭൂമിയിൽ ദക്ഷിണ ദിക്കിൽ തമിഴകത്ത് ജനനമെടുത്ത് ഗൃഹസ്ഥ ജീവിതം നയിച്ച ശേഷം കൈലാസത്തിലേക്ക് വീണ്ടും വരാമെന്ന് അരുളി. ഈ തിരിച്ചു വരവാണ് അല്ലയോ ഋഷിമാരെ നിങ്ങൾ ഈ മഹാതേജസ്സായ സുന്ദരരുടെ ആ വരവിനെ കണ്ടത്. അപ്പോൾ ആ മഹാതേജസ് സുന്ദരരായിരുന്നു. ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ശിവ ആജ്ഞയാൽ പാർവതീചേടിമാരായ അനിന്ദിത, കമലിനി എന്നീ 2 പേരോടൊത്ത് കുടുംബജീവിതം നയിച്ചതിന് ശേഷം തിരിച്ച് കൈലാസത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നാം ഈ മഹാതേജസ്സിലൂടെ കണ്ടത് എന്ന് ഉപമന്യു യതി ഋഷിമാരോട് പറയുന്നു. ഈ സുന്ദരർ എങ്ങനെയാണ് ഭൂമിയിൽ ജനിച്ചത് എന്ന് മറ്റ് ചില പുരാണങ്ങളിൽ ശിവഭക്ത വിലാസത്തിലൊക്കെ വിവരിക്കുന്നുണ്ട്. നമുക്ക് ഈ സുന്ദരരുടെ പൂർവ്വകഥ ആദ്യം പരിശോധിക്കാം. ഇദ്ദേഹം ശിവൻ്റെ പാർഷദനായിരുന്നു. നമുക്ക് അത് നോക്കാം. പാർവതീദേവി ഭഗവാൻ ശിവനോട് പറഞ്ഞു, അല്ലയോ ജഗൽപതേ, അങ്ങയുടെ രൂപം ദർശിച്ച് എൻ്റെ എല്ലാ മോഹങ്ങളും തീർന്നിരിക്കുന്നു. എനിക്ക് അങ്ങയിൽ ഇളക്കമില്ലാത്ത ഭക്തി മാത്രം മതി. അപരാധങ്ങളെല്ലാം പുറത്ത് എന്നിൽ പ്രസാദിക്കണേ എന്ന് ദേവി പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശിവാജ്ഞയനുസരിച്ച് നന്ദി ആ സമയം തിരശീല നീക്കി. അപ്പോൾ ചുമരിൽ രത്നനിർമ്മിതമായ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ മഹാദേവൻ കണ്ടു. നോക്കൂ നോക്കൂ എന്ന് പാർവതിയോട് പറഞ്ഞു. അപ്പോൾ ദേവി, അല്ലയോ മഹേശ്വര, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഈ പ്രതിബിംബം ജീവസുറ്റതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതനുസരിച്ചിട്ട് ശിവൻ ആ പ്രതിബിംബത്തിന് ജീവൻ കൊടുത്തു, മൂർത്തരൂപം കൊടുത്തു. തൻ്റെ തന്നെ പ്രതിബിംബമായ ആ ചിത്രത്തിന് അദ്ദേഹം ജീവൻ കൊടുത്തു. ബ്രഹ്മാവിന് മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആ സുന്ദര രൂപം ശിവനെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ ദാസനായ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും അങ്ങയുടെ ആജ്ഞാപാലനത്തിലൂടെ ഞാൻ ജന്മസാഫല്യം അടയട്ടെ. ഇത് കേട്ട് പുഞ്ചിരിയോടുകൂടി ഭഗവാൻ ഭസ്മപാത്രം അദ്ദേഹത്തിന് കൊടുത്തു. തൻ്റെ കയ്യിലെ ഭസ്മപാത്രം കൊടുത്തു. എന്നിട്ട് ഇത് പിടിക്കൂ എന്ന് പറഞ്ഞു. ഭക്തവത്സലനായ ഭഗവാൻ സ്വയം അതിൽ നിന്ന് ഭസ്മമെടുത്ത് പൂശുകയും ചെയ്തു. തൻ്റെ സർവശക്തികളും പകർന്നു കൊടുത്ത് സുന്ദരനെ ഭൂതഗണങ്ങളിലെ അഗ്രഗണ്യനാക്കി. ശിവൻ എല്ലാ സന്ധികളിലും ആനന്ദത്തോടെ താണ്ഡവ നൃത്തം ചെയ്ത് തളരുമ്പോൾ സുന്ദരൻ്റെ തോളിലാണ് കരങ്ങളർപ്പിച്ച് വിശ്രമിക്കുന്നത്. ഞാൻ ശിവനാണ് എന്ന് സുന്ദരൻ ധന്യമായി പറയാനും തുടങ്ങി. അങ്ങനെ ശിവനും ചിന്തിച്ചു, ഞാൻ സുന്ദരനാണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. മന്ദരപർവ്വതത്തെ കടകോലും വാസുകിയെ കയറുമാക്കി
ഔഷധികളെ പിഴിഞ്ഞൊഴിച്ച് ദേവാസുരന്മാർ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ അവരുടെ പീഡനം സഹിക്കാതെ കൂർത്ത കല്ലുകൾ അരഞ്ഞ് വേദന കൊണ്ട് വാസുകി നിശ്വാസം പുറപ്പെടുവിച്ചു. അത് ഘനീഭവിച്ച് പ്രളയാഗ്നി തുല്യമായ ഹാലാഹലം എന്ന വിഖ്യാതമായ ഘോരവിഷം ഉണ്ടായി. ആ വിഷം ഈ സുന്ദരരാണ് കയ്യിൽ സ്വീകരിച്ചത് ദേവാജ്ഞയാൽ. ആ വിഷാഗ്നിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ഇന്ദ്രൻ പോലും അപ്രത്യക്ഷനായി കഴിഞ്ഞു. അപ്പോൾ അത് സുന്ദരരോട് കയ്യിൽ വാങ്ങാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഭഗവാൻ വാങ്ങി. എന്നിട്ട് ഭഗവാൻ അത് ആചമിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ ഹലാഹല വിഷത്തെ കയ്യിലേന്തിയ സുന്ദരൻ തെല്ലൊന്ന് അഹങ്കരിച്ചു. ഇത് മനസ്സിലാക്കിയ പരമശിവൻ സുന്ദരനെ ഉചിതമായൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം സുന്ദരൻ ഭഗവാന് പുഷ്പമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ വേണ്ടി ഉദ്യാനത്തിലേക്ക് പോയി. അവിടെ വച്ച് 2 സുന്ദരിമാരെ കാണുകയും അവരിൽ പ്രണയബദ്ധരായി തീരുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ പരമശിവൻ അവരെ 3 പേരെയും ഭൂമിയിൽ ജനിക്കട്ടെ, എന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ മുഴുകി ജീവിച്ചതിന് ശേഷം തിരിച്ച് കൈലാസത്തിലേക്ക് വരാം എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ടാണ് സുന്ദരർ ഭൂമിയിൽ ഭൂജാതനായത്. ഇതാണ് സുന്ദരരുടെ പൂർവകഥ. അതായത് കൈലാസത്തിൽ വച്ച് ഹാലാഹല സുന്ദരൻ്റെ ജീവിതകഥ വിവരിക്കുന്ന ചില പുരാണങ്ങളിൽ ഈ കഥ വിവരിച്ചിട്ടുണ്ട്. അത് പെരിയ പുരാണത്തിൽ കൊടുത്തിട്ടില്ല, എങ്കിലും നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം അത് ഉദ്ധരിക്കുകയാണ്. അങ്ങനെ ഹാലാഹല സുന്ദരൻ എന്ന പേര് വരാൻ കാരണം ഹാലാഹല വിഷത്തെ കയ്യിൽ വഹിച്ചതുകൊണ്ടാണ്. ശിവൻ്റെ ആജ്ഞപ്രകാരം ഹാലാഹല വിഷത്തെ ആദ്യം കയ്യിൽ സ്വീകരിച്ചത് ഇന്ദ്രൻ പോലും ഭയപ്പെട്ട് ഓടിയ സമയത്ത് സുന്ദരനാണ് അത് കയ്യിൽ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹാലാഹല, അത് ചുരുങ്ങി ആലാല സുന്ദരൻ എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ ആലാല സുന്ദരനായി കൈലാസത്തിൽ ജീവിച്ച സുന്ദരരുടെ കഥ പല പുരാണങ്ങളിലും പറയുന്നുണ്ട്. ആ കഥ പെരിയ പുരാണകർത്താവ് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കത് തൽക്കാലം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് ആമുഖം എന്ന നിലയിൽ ഈ ആലാല സുന്ദരൻ്റെ കൈലാസ ജീവിതത്തിലെ കഥ പറഞ്ഞത്. ഓം ശിവായ നമഃ.